1900 ഇനം ഔഷധ സസ്യങ്ങൾ, 700 ഇനം മരങ്ങൾ, 900 ഇനം പൂച്ചെടികൾ എന്നിവ ഉൾപ്പെടെ 4800-ലധികം ഇനം സസ്യങ്ങൾ. ഇതൊരു വനത്തിലെ സസ്യസമ്പത്തിൻ്റെ കണക്കല്ല. കോട്ടയം മാംഗോ മെഡോസ് എന്ന കാർഷിക തീം പാർക്കിലെ സസ്യവിശേഷങ്ങളാണ്. വ്യത്യസ്തവും മാതൃകാപരവുമായ സംരംഭമാണിത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സുഖം തോന്നുന്നു. കാരണം ഒരു വനത്തിലെ സസ്യസമ്പത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് തോന്നുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരിടം. എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ? വീണ, ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഇതൊരു വനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പിന്നെ കാണുന്ന ഇതുപോലുള്ള പരശുരാമന്റെ പ്രതിമ, അതുപോലെ ഇത്തരത്തിലുള്ള ഇവിടുത്തെ ചില സൂചനാ ബോർഡുകൾ, ഇതെല്ലാം കാണുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വനത്തിലല്ല, ഒരു കാർഷിക തീം പാർക്കിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. കാരണം അത്രയും അവിസ്മരണീയമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാർഷിക തീം പാർക്ക്. ഞാനിവിടെ ഈ പാർക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആദ്യം വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ തീം പാർക്കല്ല. അത്തരമൊരു വാട്ടർ തീം പാർക്ക് തേടിയാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുകയെങ്കിൽ ദയവ് ചെയ്ത് മടങ്ങിപ്പോവുക. ഇതൊരു കാർഷിക തീം പാർക്കാണ്. ഭൂമിയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള സസ്യജാലങ്ങളെയും ഇവിടുത്തെ കാർഷിക രീതികളെയും ഇവിടുത്തെ സംസ്കാരത്തെയും എല്ലാം തന്നെ തൊട്ടറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാർഷിക തീം പാർക്കാണ് എന്നുള്ളൊരു ബോർഡാണ്. അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് പരതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം വന സമാനമായിട്ടാണ് ഈ ഒരു കാർഷിക തീം പാർക്കിനെ സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനിടയിലെല്ലാം തന്നെ ഇതുപോലെയുള്ള നമ്മളിപ്പോൾ അല്പം സമയം മുമ്പ് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പരശുരാമ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പരശുരാമ പ്രതിമയാണ്. അത്തരത്തിൽ ചില പ്രതിമകളെല്ലാം തന്നെ ഇവിടെ പല ഇടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പൂർണ്ണമായും ഒരു വനത്തിൽ തന്നെ ഒരു ചീവിടിൻ്റെ ശബ്ദമെല്ലാം തന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. അത്തരത്തിൽ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഏറ്റവും അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയും മറ്റ് ഫാമുകളെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്ന ഒന്നാണ് കടുത്തുരുത്തി പഞ്ചായത്തിലെ അയക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ മാംഗോ മെഡോസ് എന്ന കാർഷിക തീം പാർക്ക്. 2018 മുതലാണ് ഈ തീം പാർക്ക് ആളുകൾക്ക് തുറന്നു കൊടുത്തതെങ്കിൽ 2004 മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉടമയുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള ഓരോ ചെടിയും വെച്ച് പിടിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അത്രത്തോളം കഷ്ടപ്പെട്ട് പ്രകൃതിയോടും സസ്യജാലങ്ങളോടുമുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തെടുത്ത ഒരു തീം പാർക്ക് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ 4800-ലധികം സ്പീഷീസുകൾ ഈ നാട്ടിൽ ഈ ഒരു മാംഗോ മെഡോസ് എന്ന് പറയുന്ന ഈ കാർഷിക തീം പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അതൊരു വേൾഡ് റെക്കോർഡ് കൂടിയാണ്. അങ്ങനെ അറിയുമ്പോൾ തന്നെ എത്രത്തോളം പരിശ്രമകരമാണ് ഇത്തരത്തിലൊരു തീം പാർക്ക് കെട്ടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉടമ കൂടിയായ എനിക്ക് കുര്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിലൂടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതൊരു കാടല്ല എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് കാടല്ല എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഈ ബോർഡുകളും മറ്റു നടപ്പാതകളൊക്കെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വരുമ്പോഴാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവുള്ളൂ. കാരണം വനത്തിനുള്ളിൽ കാണുന്നത് ബയോഡൈവേഴ്സിറ്റിയാണ്, സസ്യ വൈവിധ്യമാണ്, ജൈവ വൈവിധ്യമാണ്. ആ വൈവിധ്യത്തെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിനെ ഇത് മാംഗോ മെഡോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മിനിയേച്ചർ ഓഫ് കേരളത്തിൽ കണ്ടുവരുന്ന സകല ജൈവ വൈവിധ്യത്തെയും ഒരു സ്ഥലത്ത് ഒരുക്കുക. അതിൻ്റെ സംസ്കാരം എന്താണ്, അത് നമ്മളിൽ എങ്ങനെ നമ്മുടെ ഒരു രാജ്യത്തെയും ലോകത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികളെല്ലാം ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരിലേക്ക് നമുക്കിത് നമ്മുടെ ഒരു സംസ്കാരത്തെ, നമ്മുടെ ഒരു പ്രകൃതിയെ നമുക്ക് അറിയിച്ചു കൊടുക്കാനായിട്ട് ഒരു സംവിധാനം വേണം. കാരണം ഇന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പലതും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു അനുഭവസ്ഥമാകത്തക്ക രീതിയിലേക്ക് ഓരോ സസ്യത്തെയും നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് ഒരു 10-50 സസ്യങ്ങളായിരിക്കും നമുക്കറിയാവുക. അതിനു മുമ്പുള്ളവർക്ക് ചിലപ്പം 100-200 ഒക്കെ അറിയാമായിരുന്നായിരിക്കാം, നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 മരങ്ങളെങ്കിലും അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർ ഇത് അറിയുക, കാണുക കളിയിലൂടെ. കാരണം നമ്മൾ
പഠിക്കാനായി മാത്രം അവരെ വിളിച്ചാൽ ചിലപ്പോൾ അവർ വരില്ല. അപ്പോൾ കളിയിലൂടെ അവരിലേക്ക് ഇത് നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒരു ജൈവ വൈവിധ്യത്തെ പറ്റിയും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തെ പറ്റിയൊക്കെ ഒന്ന് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒപ്പം ഒരു 100-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു വൈവിധ്യം അതിനുണ്ട്. ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം ലേഡീസാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു അപൂർവമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അപൂർവം എന്ന് പറയുന്നത് എല്ലാം അപൂർവം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടുള്ളവർക്ക് ഒരു അപൂർവമായ സസ്യം ചിലപ്പം നമുക്ക് കോട്ടയത്തുകാർക്ക് അപൂർവമായിരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ പട്ടിപ്പുന്ന എന്ന് പറയും, പട്ടിപ്പുന്ന, കാട്ടുപുന്ന എന്നൊക്കെ പറയുന്ന ഇത് ആദിവാസികളൊക്കെ ഇതിൻ്റെ ഇല കുറേ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, ഈ ഒരു കാട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. നല്ല വെയിലേറ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു 7 അടി വരെയൊക്കെ നീളം വരുന്ന ഇലയാണ്. അതായത് ആദിവാസികളൊക്കെ മാത്രമായിട്ട് നമ്മുടെ വാഴയില പോലെ വരും, ഇലയ്ക്ക് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ മഹാവില്യം എന്ന് പറയും. മഹാവില്യം അത്യപൂർവ സസ്യമാണ്. ശിവനുമായിട്ട് ബന്ധപ്പെട്ട, പരമശിവനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഈ മഹാവില്യത്തെ ചുറ്റുന്നത്, വലം വെക്കുന്നത്, ദമ്പതിമാർ ഇങ്ങനെ വലം വെക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു റൗണ്ടിൽ വെച്ചിരിക്കുന്നത്. സർപ്പക്കാവിൻ്റെ അതിങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ സസ്യങ്ങൾ വെക്കുക മാത്രമല്ല. ഇപ്പോൾ കുന്നി, ആടലോടകം ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്, കുന്നി എന്ന് പറയുന്നത് ഒരു വിഷസസ്യവും കൂടെയാണ്. അത് ഔഷധത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ ജൈവത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അതിന് ഒരു വിഷാംശമുണ്ട്. ആ കുന്നിക്കൊരു ഒരെണ്ണം കുട്ടികളുടെ അകത്ത് ചെന്നാൽ അപ്പം തന്നെ മരണം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവയർനെസ്സും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കാഞ്ഞിരമാണേലും അങ്ങനെ തന്നെ വിഷസസ്യങ്ങളിൽ പെടുന്നതാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുള്ളപ്പോൾ തന്നെ അതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. ഒരു കാവിൻ്റെ ഒരു കൺസെപ്റ്റോട് കൂടി ഒരു കാവ് തന്നെ സ്വയമായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അതെ, കാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത് സർപ്പക്കാവാണ്. സർപ്പക്കാവുകളിൽ നിന്നാണ് ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ തന്നെ ഉത്ഭവം കൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്കോംഡോസിനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാവണം. സർപ്പക്കാവും കുളവും, അതായത് കാവും കുളവും എന്ന് പറഞ്ഞാൽ കുളമാണ് ആ കാണുന്നത്. അപ്പോൾ കാവിനെയും കുളത്തിനെയും ഈ കാവിനോട് ചേർന്ന് തന്നെ കുളം പുതിയതായിട്ട് കുഴിച്ചതാണ്. കാരണം കാവും കുളവും വേണമല്ലോ എന്നുള്ള അത് കാവും കുളവും തമ്മിൽ വലിയ ശാസ്ത്രീയമായ ബന്ധങ്ങൾ തന്നെയുണ്ട്. കാരണം അത് കാവ് നീണ്ടരുത്, അതുപോലെ തന്നെ കുളങ്ങളോ ചാലുകളോ ഇല്ലാത്തൊരു സ്ഥലത്ത് സർപ്പക്കാവ് കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്, അതിന് ശാസ്ത്രീയമായ തന്നെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യകുലത്തെ നിലനിർത്താൻ നമ്മുടെ പൂർവികൾ കണ്ടെത്തിയ സർപ്പക്കാവുകൾ എന്ന അത്ഭുത ശാസ്ത്ര ആശയ സത്യത്തെ നിഷ്കരണം വെട്ടിമാറ്റി മരങ്ങളെ ഒഴിവാക്കി കൽപ്രതിഷ്ഠ മാത്രം പ്രതിഷ്ഠ നടത്തുന്ന പുതുതലമുറയാണ് മാങ്കോംഡോസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സർപ്പക്കാവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൽക്കൂനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വിശ്വാസം മാത്രം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സസ്യങ്ങളെ, നമ്മുടെ പ്രകൃതിയെ കളഞ്ഞുകൊണ്ടുള്ളൊരു കാര്യത്തിലേക്ക് പോകരുത്. ആ കാവിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ വിശ്വാസത്തെ പരിപാലിക്കാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രകൃതി തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ മതമെന്നാൽ പ്രകൃതിയാണ്. വേറെ ലോകത്തെ വേറൊരു സ്ഥലത്തും പ്രകൃതിയെ മതമായി കാണുന്ന, പ്രകൃതിയെ നമ്മളെ നിലനിർത്തുന്ന പ്രകൃതിയെ മതമായി കാണുന്ന, ദൈവമായി കാണുന്ന മറ്റൊരു സങ്കല്പമില്ല. അപ്പോൾ ആ സങ്കല്പത്തെയും കൂടെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ മാങ്കോംഡോസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാംഗോ മെഡോസ് എന്നുള്ളൊരു പേരിലേക്കൊക്കെ എത്തിയത്? മാങ്കോംഡോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ എന്ന് പറയുന്ന ആ പേര് തന്നെ മാങ്കായ് എന്ന തമിഴ് വാക്കിൽ നിന്നുണ്ടായതാണ്. അത് കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന പ്രദേശത്താണ് ശരിക്കും മാവിൻ്റെ ഉത്ഭവം. മാവ് ഉത്ഭവിച്ചത് തന്നെ നമ്മുടെ ദ്രാവിഡ ദേശത്തു നിന്നാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇവിടെ 101 വെറൈറ്റി മാവുകളുണ്ട്. ഏതാണ് 480 എണ്ണം മാവുകളും അതിൽ തന്നെ 101 വെറൈറ്റിയോളം വ്യത്യസ്തമായ മാവുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ മാംഗോ മെഡോസ്, മാവിൻ്റെ താഴ്വര അല്ലെങ്കിൽ മാവിൻ്റെ തണൽ എന്നൊക്കെ അർത്ഥം വരത്തക്ക രീതിയിൽ അന്ന് അങ്ങനെ ഒരു പേരിട്ടത്. സത്യത്തിൽ ഇപ്പോൾ ഇവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ആ സാധാരണക്കാരുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സാധാരണ ഇവിടെ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവേശിക്കുന്നതിന് ഇവിടെ നമ്മൾക്ക് GST അടക്കം 350 രൂപയാണ് പെർ ഹെഡ് വരിക. ഇതിനകത്ത് ആക്ടിവിറ്റി, പെഡൽ ബോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, സൈക്ലിങ്, പ്രകൃതിയായി ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചക്രം ചവിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പണ്ടത്തെ പാടത്തെ ചക്രം, ഇതെല്ലാം ഉൾപ്പെടെയാണ് അതിനകത്ത് വരുന്ന ആക്ടിവിറ്റിയും എൻട്രി അടക്കമുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് 350 രൂപ ഒരു പെർ ഹെഡ് വരിക. കാർഷിക വൃത്തിയും അതുപോലെ തന്നെ ജൈവസമ്പത്തിനെ എല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരത്തക്ക രീതിയിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, കിഡ്സ് പൂളുണ്ട്, പിന്നെ പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, സൈക്ലിങ്, ഗോകാർട്ട്, അമ്പെയ്ത്ത്, ഷൂട്ടിങ്, അങ്ങനെ ഗോകാർട്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്ന എമൗണ്ടിനകത്ത് ഉൾപ്പെടുന്നതാണ്.
എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർന്നുള്ള ഇതോടൊക്കെ തന്നെ നിരവധി റെക്കോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേടിയിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഇത് വീണ്ടും വീണ്ടും കൂടുതൽ ഇത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി ഭാവി പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ ഇല്ലാത്ത ഏതെങ്കിലും സസ്യങ്ങളുണ്ടോ എന്ന് ഓരോ പ്രാവശ്യവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ഓരോ വനങ്ങൾ കയറി നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വനമിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ തവണ ദേശീയ പുരസ്കാരമായ ARIയുടെ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിൻ്റെ അവാർഡ് ലഭിച്ചിരുന്നു. അതോടൊപ്പം ഗോവ ഗവൺമെൻറ്റും ഗോവ ICARൻ്റെ സെൻറ്ററും കൂടെ ചേർന്നിട്ട് ഗോവയുടെ കാർഷിക KVK കൃഷി വിജ്ഞാൻ കേന്ദ്രയിൽ മാങ്കോംഡോസ് പോലെ തന്നെ ഒരു പദ്ധതി തുടങ്ങുന്നതിനെ പറ്റി ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയിട്ടൊരു MOU ഒപ്പിയിട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രയെ സ്വയം പര്യാപ്തമാക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഇവിടെ മാങ്കോംഡോസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അവരുടെ സ്ഥലത്ത് ചെയ്യുക. അപ്പോൾ അതൊരു കുറച്ച് വർഷത്തേക്ക് നമുക്ക് പാട്ടം പോലെ തരും. അതിനകത്ത് അത് ചെയ്യുക, അത് സ്വയം പര്യാപ്തമാക്കുക. KVKനെ ഒരു അതിൻ്റെ ചിലവുകൾ ആ പാർക്കിൽ നിന്ന് തന്നെ വഹിക്കുകയും നമുക്ക് അതിനകത്തൊരു ലാഭം വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യത്തക്ക രീതിയിൽ ഒരു ആശയം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും ആ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ ഭാവങ്ങളും നൽകുന്നു. തീർച്ചയായിട്ടും ഒരു അത്ഭുതം എന്ന് തന്നെ മാത്രം പറയാവുന്നതാണ് ഈ NK കുര്യൻ ചേട്ടൻ്റെ ഈ ഒരു സംരംഭം. ഇത് സംരംഭമല്ല, ഇതൊരു യത്നം തന്നെയായിരുന്നു എന്ന് തന്നെ വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതോദ്ദേശം കൂടിയാണ്. അത്തരത്തിൽ അതിമനോഹരമായും ജൈവസമ്പത്തിനെ സംരക്ഷിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ മാംഗോ മെഡസ് എന്ന് പറയുന്നത്. അത് എന്നും എത്തുന്നവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വനമായി തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ. ഓക്കെ, ശരി മിഥുൻ.